ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ. സർക്കാർ ഒരു യൂട്ടേൺ എടുക്കുന്നില്ല. ശബരിമലയുടെ വികസനം മാത്രമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ആ സർക്കാർ ആ സംവിധാനമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് സമ്മതിക്കുന്നില്ല. അത്രയാണ്. വികസനം ആര് കൊണ്ടുവന്നാലും വേണ്ടില്ല. LDF സർക്കാരാണോ കൊണ്ടുവരുന്നത്? ഇവിടെ വികസനമൊന്നും വേണ്ട, ഞങ്ങൾ എതിർക്കുന്നുള്ള സാമാന്യ ഈ തിരുവിതാംകൂർ ദേവസ്വം ഉണ്ടല്ലോ, അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണ്. ഞങ്ങളുടെ അടുത്ത് ഒരു കോൺഗ്രസ്സുകാരനെ നിങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് CPM കൊണ്ടുപോയി അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കി അദ്ദേഹം എടുക്കുന്ന നടപടിയൊക്കെ ഞങ്ങൾ അംഗീകരിക്കണോ എന്നുള്ള ശൈലിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അയാളെ കാണാൻ പോലും മൈൻഡാക്കിയില്ലോ. ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു കത്ത് വായിച്ചിരുമ്പോൾ മാന്യമായി അത് വാങ്ങി വെച്ചതിന് ശേഷം ഇതെന്താണ് എങ്ങനെയാണ് ചോദിച്ചു മനസ്സിൽ മര്യാദ പോയാ. അപ്പോൾ അതിനർത്ഥം എന്താ? അതിനർത്ഥം ഇതിനെ പൂർണ്ണമായിട്ട് എതിർക്കുക എന്നുള്ളതാണ്. എന്താണ് സംഭവിക്കുന്നത്? ഒരാളെ കാണാൻ ചെല്ലുമ്പോൾ, ഇപ്പോൾ സാമാന്യ മര്യാദയ്ക്ക് ഒരാളെ കാണാൻ ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏത് ശൈലിയിലാണ്? പ്രതിപക്ഷ നേതാവാണല്ലോ, ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ആളല്ലേ. അദ്ദേഹത്തെ ഒരാൾ കാണാൻ ചെല്ലുമ്പോൾ അതാരാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹം കാണാൻ ചെല്ലുമ്പോൾ ആ ഒരു കത്ത് മേടിച്ച് വെച്ചിട്ട് ചോദിക്കണം എന്താണ് ഇത്, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ശൈലിയിലാണ് ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയാനുള്ള മര്യാദ പോലും ഇല്ല. അപ്പോൾ അതിനർത്ഥം എന്താ? പൂർണ്ണമായിട്ട് എതിർക്കുക എന്നുള്ളതാണ്. ആ സംവിധാനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നില്ല, ഞങ്ങൾ കാണാൻ തീരുമാനിക്കുന്നില്ല. ഞങ്ങളെന്താണ്, നിങ്ങൾ അയ്യപ്പ സംഘമോ ആഗോള അയ്യപ്പ സംഘമോ എന്താണ് അവിടെ വികസനം ഒക്കെ കൊണ്ടുവന്നുള്ളൂ, പക്ഷേ ഞങ്ങൾ എതിർക്കും എന്നുള്ളൊരു ശൈലി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള എന്ത് തിരക്കൂട്ടിയിട്ടാണ് യോഗം ചേരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് യോഗം ചേരുന്നത്? സംഗമം തകർക്കണം, വികസനം തകർക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ദിവസം കൊണ്ട് വേറെ കാര്യത്തിനൊന്നും നമ്മൾ യോഗം ചേർത്ത് കണ്ടില്ലല്ലോ. UDF യോഗം കണ്ടായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം വലിയ വാർത്തകൾ വന്നായിരുന്നല്ലോ. ഒരു UDF യോഗം തന്നിട്ട് പിന്നെ തീരുമാനം എടുക്കുന്നത് കണ്ടില്ലല്ലോ. നമ്മൾ കണ്ടില്ല. അപ്പോൾ എന്താ തീരുമാനം എടുക്കാത്തത്? അപ്പം അതെന്താണ്? അത് അവരുടെ പാർട്ടിയുടെ കാര്യമാണ്. അതിനകത്ത് യോഗം ചേർക്കാനൊന്നും നേരമില്ല. അതൊന്നും നടപടി സ്വീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കണം. എന്താണ്? ഇതൊരു വികസനമാണ്. ഈ വികസനത്തെ തകർക്കണം. ആ വികസനത്തെ തകർക്കുമ്പോൾ എന്താണ്? മുന്നോട്ട് പോകാൻ കഴിയില്ല. വയനാട് തുരങ്കപാത കണ്ടപ്പോൾ അങ്ങനെയല്ല വന്നേ. വയനാട്ടിൽ തുരങ്കപാത വരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. ആ ശൈലിയല്ല അത് ഉപയോഗിച്ചത്. അവിടെ ടൗൺഷിപ്പ് വരണ്ട, അതാണല്ലോ ശൈലി. അപ്പോൾ അതേ ശൈലി തന്നെ ഇവിടെയും. ആ ശൈലി എടുത്തിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിലേക്ക് അപ്പുറമൊന്നുമില്ല. എന്താണ് ഇവിടെ ഇപ്പം നടക്കുന്ന പ്രശ്നം? സാമാന്യമായി ചിന്തിച്ചു. ആഗോള അയ്യപ്പ സംഗമം നടന്നാൽ എന്താണ് ദോഷം? ആ ദോഷം എന്ന് പറഞ്ഞു തന്നാൽ മതി. എന്ത് ദോഷമാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതോടുകൂടി ഉണ്ടാകുന്നത്? കേരളത്തെ അയ്യപ്പ വിശ്വാസികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? കേരളത്തിലെ വിശ്വാസത്തെ എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കേരളത്തിലെ ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇതാണല്ലോ അയ്യപ്പ വിശ്വാസികളുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ, ഒരു പ്രസ്ഥാനങ്ങളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ അയ്യപ്പ വിശ്വാസത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നമായി ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവണം. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. പിന്നെ നിലപാടെന്താ? നിങ്ങൾ 2018 എന്ത് നിലപാട് സ്വീകരിച്ചു? അതാണല്ലോ ചോദ്യം. നിങ്ങൾക്കത് മാറ്റാൻ പറ്റുമോ? നിങ്ങളത് മാറ്റിയോ? അതാണ് ചോദ്യം. ആ ചോദ്യം ചോദിക്കേണ്ടതും അത് തിരുത്തൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന ആൾ അത് തീരുമാനിക്കേണ്ട പാർട്ടി CPM ഇടതുപക്ഷമാണ്. അതവർക്ക് ആ നിലപാട് സ്വീകരിച്ചാൽ അവർക്ക് നിലപാടെടുത്ത് പോവാം. അതാണെന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞത്. എന്ത്? നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ തീരുമാനം എടുക്കണം, നിങ്ങൾ വരുന്നില്ലെങ്കിൽ ഇവിടെ സംഗമം നടക്കാതിരിക്കില്ല എന്നുള്ളതാണ്. ഈ അയ്യപ്പരുടെ ഭാഗത്ത് നിൽക്കുകയാണ്, അയ്യപ്പ വിശ്വാസികളുടെ ഭാഗത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ശബരിമലയുടെ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? ഇങ്ങനെ ഒരു സംഗമം നടക്കുന്നതോടുകൂടി ഇന്ന പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളത് അത് പറയാൻ UDFന് പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ കോൺഗ്രസ്സിന് പറ്റുന്നുണ്ടോ? ഇപ്പം എന്താ സംഭവിച്ചത്? UDF പെട്ടിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതോട് കൂടിയിട്ട് ഇവർക്ക് എന്ത് പറയണമെന്നറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, എന്താണ്? മുഖ്യമന്ത്രി രാജിവെക്കണം. പഴയ ശങ്കരാടീൻ്റെ സിനിമയിൽ പറയുന്ന പോലെയാണ്, എന്ത് പറഞ്ഞാലും അവസാനം മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്ന ഒരു ശൈലി ഉണ്ടല്ലോ. ആ ശൈലിയിലേക്ക് പോവാണ് നിങ്ങൾ ആഗോള സംഗമം എന്താണ്? നിങ്ങൾ ആഗോള സംഗമം നടത്തുമ്പോൾ നിങ്ങൾ 2018 കാര്യം പറയാൻ സൗകര്യമില്ലാന്നേ. എന്തിനാ 2018 കാര്യം പറയും? ഇത് 2025 7 വർഷം കഴിഞ്ഞു. 7 വർഷത്തിനകത്ത് കാലോചിതമായ മാറ്റങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ടാവും. ആ മാറ്റം സംഭവിക്കുമ്പോൾ ഈ ശബരിമല എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് മലേഷ്യയിൽ നിന്ന് വിശ്വാസികൾ വരണ്ട എന്ന അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? ശ്രീലങ്കയിൽ നിന്ന് വിശ്വാസികൾ വരണ്ട എന്നുള്ള അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? ഈ പറയുന്ന നേപ്പാളിൽ നിന്ന് വിശ്വാസികൾ വരണ്ട എന്നുള്ള അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? ഇങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇന്നേതാ ഞാൻ മലേഷ്യയിൽ നിന്ന് ആരും വരണ്ട കേട്ടോ, ശ്രീലങ്കയിൽ നിന്ന് ആരും വരണ്ട, നേപ്പാളിൽ നിന്ന് ആരും വരണ്ട കേട്ടോ, സംസ്ഥാനത്ത് പുറത്തുനിന്ന് ഒരാൾ പോലും വരണ്ട കേട്ടോ, അങ്ങനെ പറഞ്ഞോളൂ, പ്രശ്നമല്ല. പക്ഷേ വരണമെന്നും അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കണമെന്നും അവർക്ക് വേണ്ട സുഗമമായി അയ്യപ്പ ദർശനം നടത്തി തിരിച്ചു പോകാൻ കഴിയുമെന്നുള്ള രീതിയിൽ ഈ ശബരിമലയെ അതിനനുസരിച്ച് വികസിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണെങ്കിൽ അതിനോട് സഹകരിക്കുകയല്ലേ വേണ്ടേ? ആ നിലപാടുണ്ടോ കോൺഗ്രസ്സിന്? ആ നിലപാട് പ്രതിപക്ഷ നേതാവിനുണ്ടോ? ആ നിലപാടിന് പ്രതിപക്ഷ നേതാവ് ഇല്ലാതെ തന്നെ പറയുന്ന കാര്യം എന്താ?
പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ യോഗത്തിന് വരുന്ന ആ ഡോക്യുമെൻ്റ് പോലും ഒരു ഇൻവിറ്റേഷൻ കത്ത് പോലും വാങ്ങി വെച്ച് നോക്കി എന്താണ് നിങ്ങൾ നടപ്പിലാക്കുന്നതെന്ന് ചോദിക്കാൻ പോലുമുള്ള ഒരു മാന്യത കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ കണ്ണടച്ച് എതിർക്കുക, എന്ത് കാര്യം വന്നാലും കണ്ണടച്ച് എതിർക്കുക എന്നുള്ളതാണ്. ഇനി സ്ത്രീ പ്രവേശത്തിൽ യൂട്ടേൺ ആണോന്നാണ് ആയിക്കോട്ടെ, സ്ത്രീ പ്രവേശനത്തിൽ യൂട്ടേൺ. ഞാൻ അതിനൊരു കാര്യം പറഞ്ഞുതരാം. സ്ത്രീ പ്രവേശനത്തിൽ എന്ത് നിലപാട് സർക്കാർ എടുത്താലും ഇപ്പോൾ അവിടെ സ്ത്രീകൾ കയറുന്നില്ലല്ലോ. ഇപ്പം സ്ത്രീകൾ കയറുന്നുണ്ടോ? നാളെ രാവിലെ സ്ത്രീകളെ ശബരിമലയിലേക്ക് കയറ്റാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ പറയുന്നത് അങ്ങനെ ഒരു മിനിറ്റ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി നടപ്പിലാക്കി. ആ വിധി നടപ്പിലാക്കിയ കോടതി തന്നെ വിശാല ബെഞ്ചിനെ രൂപീകരിച്ചു. ആ ബെഞ്ച് പരിശോധിച്ചിട്ട് വിധി നടപ്പിലാക്കാനാണ് പറയുന്നതെങ്കിൽ ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPM അതനുസരിച്ച് നിലപാടെടുത്ത് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ എന്ന്. അതിനപ്പുറത്തേക്കൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ വിശാല ബെഞ്ചിനെ ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? കോടതിക്ക് അങ്ങനെ സംഭവിക്കാൻ പിന്നെ CPM മാത്രം പിടിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? കോടതി വിധിയിട്ട കോടതി, വിധി നടപ്പിലാക്കാൻ പറഞ്ഞ കോടതി, ഇങ്ങനെയാണ് ഉത്തരവെന്ന് പറഞ്ഞ കോടതിക്ക് വരെ മാറ്റി പറയാമെങ്കിൽ ഒരു സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി വിധി നമ്മൾ എപ്പോഴും കാണുന്നത് എങ്ങനെ അന്തിമ വിധിയായിട്ടാണ്. ആ അന്തിമ വിധിക്ക് അപ്പുറം ഒരു വിശാല ബെഞ്ച് തീരുമാനിക്കാൻ വെച്ചു. അതെന്തുകൊണ്ടാ? കുറെ അപ്പീലുകൾ വന്നുകൊണ്ടാണ്. അത് വിശാല ബെഞ്ച് പരിഗണിക്കട്ടെ. ശബരിമലയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യങ്ങളായിക്കോട്ടെ അതും കൂടെ പരിഗണിക്കാൻ ഒരു വിശാല ബെഞ്ചിന് വെച്ച് കഴിഞ്ഞാൽ ആ ബെഞ്ച് ഉത്തരവാകുന്നതിന് മുന്നേ ഞങ്ങൾ ഇതാ കയറ്റാൻ പോകുന്ന പ്രവേശനത്തിൽ സുപ്രീം കോടതി ഈ പറഞ്ഞ എന്റെ അറിവാണ്, ഞാൻ പറഞ്ഞത് സർക്കാർ നിലപാടല്ല, ഞാൻ എന്റെ നിലപാടാണ് പറയുന്നത്. ഈ യുവതീ പ്രവേശനത്തിൽ സർക്കാരിന്റെ അനുകൂലമായിട്ടോ എതിരായിട്ടോ സുപ്രീം കോടതിയിൽ വിശാല ബെഞ്ച് എന്ത് ഉത്തരവിടുന്നോ അത് ചെയ്യും. അത് സർക്കാർ ചെയ്തേ പറ്റുള്ളൂ. അതിനപ്പുറം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതാണ് അതിന് പറയുന്ന കാര്യം. പക്ഷേ ഇതല്ലന്നേ ആഗോള അയ്യപ്പ സംഗമം സുപ്രീം കോടതി വിധിയും അയ്യപ്പ ശബരിമലയിൽ സ്ത്രീകളെ കയറുന്ന വിഷയം ബന്ധപ്പെടില്ല. ശബരിമലയുടെ വികസനം. രണ്ടാമത്തെ കാര്യം, അയ്യപ്പ ഭക്തന്മാർക്ക് സുഗമമായിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ പോകാൻ പറ്റുമോ? MV ഗോവിന്ദന്റെ വാചകങ്ങളാണ്. ശബരിമല യുവതീ പ്രവേശം കഴിഞ്ഞ അധ്യായമാണ്. CPM വിശ്വാസികൾക്കൊപ്പമാണ്. അന്നുണ്ടായതിനെ പറ്റി പറയാൻ വിധി നടപ്പിലാക്കാൻ സർക്കാർ ഇറങ്ങി. ആ സുപ്രീം കോടതി ഞാൻ അതിൽ നിന്ന് പിന്നോട്ട് പോയി. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ പറയട്ടെ, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട അപ്പീലുകൾക്ക് ആര് പരിശോധിക്കും? പറഞ്ഞേ. ഇതുപെട്ട അപ്പീലുകൾ ഇപ്പോൾ പരിശോധിക്കില്ല. ആര് പറഞ്ഞു? ഞാൻ പറയുന്നു. ഞാൻ കോടതി വിധി വായിക്കാം. കോടതി വിധി വായിച്ചു തരാം. കോടതി വായിച്ചു 2 വിഷയങ്ങളാണ് വന്നത്. സാറേ അത് മനസ്സിലായി. ആ അപ്പീൽ ആരാ അത് പിന്നെ വരുള്ളൂ. വന്നാൽ മതി. ഞാൻ അതിനുശേഷം എടുത്താൽ മതി. അത് പറ്റില്ല. അത് കഴിഞ്ഞ ശേഷം സംഘത്തെയോ അല്ലെങ്കിൽ ഇപ്പൊ ബിന്ദു അമ്മണീനെ അവിടെ കേട്ടണമെന്നാണ് പറയണേ. അങ്ങനെയല്ല. കോടതി പറയട്ടെ. കോടതി അങ്ങനെ പറയില്ല. നമ്മുടെ സർക്കാർ നിലപാടല്ലേ ഇത് വേഗം കോടതിയിലേക്ക് തിരിക്കുന്ന ഒരു ബുദ്ധിയാണ്. നിങ്ങളിപ്പോ ചെയ്യുന്ന പണി എന്താ അറിയോ? ഇപ്പൊ ഒറ്റ മിനിറ്റ് സിമ്പിളായിട്ട് പറയാം. നിങ്ങളിപ്പോ ചെയ്യുന്ന പണി എന്താ? ഈ പറയുന്ന സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തെ എടുത്ത് പുറത്തിട്ടിട്ട് എന്ത് ചെയ്യും? CPM ഇത്രയും നാളും സ്ത്രീകളെ ശബരിമലയിലേക്ക് കയറ്റാൻ ശ്രമിച്ച പാർട്ടിയല്ലേ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഇതിനെ ശക്തമായി എതിർക്കണം. എന്ന് പറഞ്ഞാൽ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാ. അവർക്ക് ശബരിമല വികസനം നടത്താതിരിക്കാൻ കഴിയുമോ? ശബരിമല വികസനം നടത്തണം. അതുമായിട്ട് മുന്നോട്ട് പോകണം. ഇപ്പം എന്താ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയോ? ഞാൻ ചോദിച്ചതിന് മറുപടി ഉണ്ട്. പറയാം നിങ്ങൾ എന്താണ് ഇപ്പം ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് ഭാഗമായിട്ട് ഏതെങ്കിലും മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നുണ്ടോ? ആചാരാനുഷ്ഠാനങ്ങളെ ബാധിക്കുന്നുണ്ടോ? ഏതെങ്കിലും അയ്യപ്പ ഭക്തർക്ക് ദോഷം ഉണ്ടാകുന്നുണ്ടോ? ഇത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പറ. എന്നിട്ട് നിങ്ങൾ 7 വർഷത്തേക്ക് പല കാര്യങ്ങളിലൂടെ കടന്നുപോയി. എന്താണ് കടന്നുപോയത്? 7 വർഷത്തിനിടെ 7 വർഷം സുപ്രീം കോടതി തന്നെ വിശാല ബെഞ്ച് വെച്ചില്ലേ? വലിയ മാറ്റം. സുപ്രീം കോടതി തന്നെ മാറ്റി വെച്ചിട്ട് സുപ്രീം കോടതി എനിക്കൊരു 30 സെക്കൻഡ് കാരണം 2 കാര്യങ്ങൾ. ഒന്ന്, സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് ഈ വിഷയം പരിശോധിക്കാനല്ല എടുത്തത്. ഒന്ന്, ഇനി അഥവാ ഒരു വാദത്തിനെ സംബന്ധിച്ചാൽ പോലും
വിധി ഏതാ? വാദത്തിന് ഞാൻ സമ്മതിച്ചാ മതി. ഞാൻ പറയട്ടെ, വിധി ഏതാണ്? നിലവിലെ വിധി ഏതാ? വിധി എന്താ? വിധി നിൽക്കുന്നതാ? അതാണ് ഞാൻ സാറോട് What is the നേരത്തെ verdict of the land? Verdict എന്താ? ഒരാളെ ഒരു FIR ഇട്ട് മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് ആ പ്രതിനെ അറസ്റ്റ് ചെയ്യണോ ചെയ്യണ്ടോ തീരുമാനിക്കേണ്ട പോലീസിന്റെ ഡിസ്ക്രിപ്ഷനാണ്. അവരാണ് തീരുമാനം. ഇതുപോലെ സർക്കാരിന്റെ ഡിസിഷനുണ്ട്. ഈ വിശാല ബെഞ്ച് ഈ പറയുന്ന പരാതി കേട്ട് തീരുമാനം എടുത്തതിന് ശേഷം ഇതുവഴി മുന്നോട്ട് പോയാൽ മതിയോ തീരുമാനിക്കേണ്ടതാരാ? സർക്കാരാണ്. അങ്ങയുടെ വാദം ഇവിടെ സർക്കാർ പറയുന്നില്ല. സർക്കാർ പറയുന്നില്ല, CPM പറയില്ല. മറുപടി പറഞ്ഞോളൂ. ഞാൻ നേരത്തെ പറഞ്ഞതാ, ഇത്ര ഒറ്റ കാര്യമുള്ളൂ. ഒരാളെ ജാമ്യത്തിൽ വിടാൻ കോടതി ഉത്തരവിട്ടാൽ അതിനെതിരെ സർക്കാർ കോടതിയിൽ പോയാൽ അയാളുടെ ജാമ്യം അയാൾ ജാമ്യത്തിൽ തന്നെയാണ്. അയാളെ വിടാൻ പറ്റില്ല. അതുപോലെയാണ് സ്ത്രീകളെ ശബരിമല കയറ്റാൻ ഉത്തരവിട്ടാൽ ആ ഉത്തരവ് നിലനിൽക്കുന്നിടത്തോളം സർക്കാരിന്റെ വാദം ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, അയ്യപ്പ വിശ്വാസികൾക്ക് ദോഷം വരാതെ എന്താണ് ശബരിമല വികസനം നടത്തുക. അത് തന്നെയാണ് അയ്യപ്പ വിശ്വാസികളുടെ ഒപ്പം നിൽക്കുക. യൂട്ടേൺ അല്ല, കാര്യങ്ങൾ നടപ്പിലാക്കുന്ന യൂട്ടേൺ ആണോ? നിങ്ങൾ പറഞ്ഞു സമ്മതിക്കാം, ഞാൻ യൂട്ടേൺ ആണെന്ന് സമ്മതിക്കാം. ഒറ്റ കാര്യം പറയാം, ഈ അയ്യപ്പ സംഗമം കൊണ്ട് വിശ്വാസികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ, കോൺഗ്രസ് തെളിയിച്ചാൽ, ഞാൻ ഇതിന് പിന്നോട്ട് നമ്മുടെ ചോദ്യം സർക്കാരിന്റെ യൂട്ടേൺ, സർക്കാർ ഇടത് സർക്കാർ പിണറായി വിജയന്റെ ഇടത് സർക്കാർ ഈ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് നേരത്തെ എടുത്ത നിലപാടിൽ അങ്ങനെയുള്ള വാദം അങ്ങ് പറയുന്ന വാദം സർക്കാരും പറയുന്നില്ല, CPM പറയുന്നില്ല. എന്റെ വാദം ഞാൻ പറയുന്നത്, ഞാനിവിടെ പറയുന്നത് എന്റെ വാദമാണ്, സർക്കാരിന്റെ വാദം പിണറായി വിജയന്റെ വാദമാണ്. സർക്കാരിന്റെ യൂട്ടേൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് സുപ്രീം കോടതി തീരുമാനം എടുത്തതിന് ശേഷം പറയാതെ ആൻഡോ സാർ പറഞ്ഞ കാര്യത്തിൽ ആൻഡോ സാർ ഇപ്പൊ പറയുന്ന കാര്യം ഈ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം, എന്റെ ടേണിലേക്ക് ഞാൻ വരുന്നുള്ളൂ. ആൻഡോ സാറിനുള്ള മറുപടിയാണ്. അപ്പോൾ ഏതൊക്കെ ആചാരങ്ങൾ, നേരത്തെ ജിമ്മി ജെയിംസ് ഇവിടെ ചൂണ്ടിക്കാട്ടിയതാണ്, ഏതൊക്കെ ആചാരങ്ങൾ അനുപേക്ഷണീയമാണ്, ആ തീരുമാനം അതത് മതവിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ദേവതയെ ആരാധിക്കുന്ന, ഇവിടെ അയ്യപ്പനാണ്, അയ്യപ്പനെ ആരാധിക്കുന്ന ആളുകൾക്ക് വിട്ടുകൊടുക്കണം എന്നുള്ള ശിരൂർ മടക്കേസിലെ 7-അംഗ ബെഞ്ചിന്റെ വിധി. അതുപോലെ അന്ധവിശ്വാസങ്ങളും മതനിരപേക്ഷ രീതികളും നിർണ്ണയിക്കുന്നതിൽ അജ്മീർ ദർഗ കേസിലെ വിധി. ഈ രണ്ട് വിധിയും ഈ ഭരണഘടനാ ബെഞ്ചിന്റെ ഈ ഭരണഘടനാ ബെഞ്ചിന്റെ മുന്നിലേക്ക് വരുമ്പോൾ ഇത് തമ്മിൽ, ഈ വിധികൾ തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ട്. അതുകൊണ്ടാണ് ഒറ്റയടിക്ക് ഈ ഹർജികളിലെല്ലാം തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്തതും ഈ വിശാലമായ ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻഡോ സാർ പറഞ്ഞത് കൃത്യമാണ്. കാരണം ആ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഇതിലേതാണ് ഇതിൽ ആപ്ലിക്കബിൾ എന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഈ പറയുന്ന റിവ്യൂ പെറ്റീഷൻസിലടക്കം കാര്യം വരികയുള്ളൂ. അതിന് ആ വിധിയില്ല. വിധി അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതല്ല. അല്ല ജിമ്മി ജെയിംസ്, നമുക്ക് ബ്രേക്കിലേക്ക് പോകാൻ സമയമായി. സർക്കാരിന്റെ യൂട്ടേൺ എന്ന ചോദ്യത്തിന് അല്ല, എന്റെ യൂട്ടേൺ അല്ലാതാണ്. Meet the editors.